ഹലോ ഫ്രണ്ട്സ്, വളരെ എളുപ്പത്തിലുള്ള മത്തിക്കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയും ഒരു 5 പച്ചമുളകും കറിവേപ്പിലയും ഇട്ടതിന് ശേഷം നല്ലതുപോലെ നമുക്ക് വഴറ്റിയെടുക്കണം. പച്ചമുളകൊക്കെ നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ, എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കിത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാളയോ അല്ലെങ്കിൽ ചുവന്നുള്ളിയോ ചെറുതായിട്ട് അരിഞ്ഞത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ചുവന്നുള്ളിയൊക്കെ നല്ലതുപോലെ മൊരിഞ്ഞു വരണം. ചെറിയ ഫ്ലെയിമിലിട്ട് നമുക്കിത് നല്ലതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. സവാള മൊരിഞ്ഞു വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. മഞ്ഞൾപ്പൊടി നല്ലതുപോലെ മൊരിഞ്ഞു വന്നതിന് ശേഷം മാത്രം ബാക്കിയുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 3.5 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ചെറിയ തീയിൽ വെച്ച് ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ നല്ലതുപോലെ മൂക്കുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കണം. ചെറിയ ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ ഇളക്കി കൊടുക്കാം. പൊടികളെല്ലാം മൂത്ത് വന്നാൽ നമുക്ക് ഇതിലേക്ക് തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഒരു 1/4 ഗ്ലാസ് തിളച്ച വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇനി ഈ ചാറൊക്കെ നല്ലതുപോലെ വറ്റി എണ്ണ തെളിയുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഈ ചാറൊക്കെ നല്ലതുപോലെ വറ്റി എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് കുടംപുളി ഇട്ട് വെച്ചിട്ടുള്ള വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. കുടംപുളി ആദ്യം നമുക്ക് നല്ലതുപോലെ കഴുകിയെടുത്തതിന് ശേഷം ഒരു 1/4 ഗ്ലാസ് വെള്ളത്തിലേക്ക് കുടംപുളി ഇട്ടിട്ട് ആ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ചാറ് എന്തോരം വേണമെന്ന് വെച്ചാൽ അത്രയും വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നല്ലതുപോലെ തിളക്കാൻ വേണ്ടിയിട്ട് വെക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് തിളക്കാൻ വേണ്ടിയിട്ട് വെക്കാം. നല്ലതുപോലെ തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. ഇടയ്ക്ക് നമുക്ക് പാത്രം ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. കയ്യിൽ കൊണ്ട് ഇളക്കരുത്, നമ്മൾ ചട്ടി ഒന്ന് പിടിച്ചിട്ട് ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. മീൻകറിയിൽ സ്പൂണിട്ട് ഇളക്കരുത്, ഇതുപോലെ ചുറ്റിച്ച് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഒന്നും കൂടെ വെന്ത് വരാനുണ്ട്, ചാറൊക്കെ ഒന്ന് കുറുകി വരാനുണ്ട്. നമുക്കൊന്നും കൂടെ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ മീൻ കഷ്ണങ്ങളൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്, ചാറൊക്കെ നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രതേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു മീൻകറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് ഞെരടി കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് അവിടെ നമുക്ക് മൂടി വയ്ക്കാം. ഒന്നും കൂടി ചാറൊക്കെ വറ്റി നല്ല കുറുകി വരും. അപ്പോൾ ഇത് നമ്മുടെ കറി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് പുതിയൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം.